ഒരു വാർത്ത കൊടുക്കുമ്പോൾ തന്നെ ആധികാരിക ആവശ്യമില്ല. കാരണം AK ആന്റണി പ്രതിരോധമന്ത്രിയായിരിക്കെ അനിൽ ആന്റണി കോടതി വിളിച്ചു എന്നത് താങ്കൾ ഫോട്ടോ ഉൾപ്പെടെ വെളിപ്പെടുത്തി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അത് കാരണമുണ്ട്. അതെന്റെ സാമ്പത്തികം നഷ്ടപ്പെട്ട കാര്യമാണ്. അടിസ്ഥാനപരമായി എന്നെ ബാധിക്കുന്ന കാര്യമാണ്. EP ജയരാജന്റെ NDAക്ക് സപ്പോർട്ട് കൊടുത്താലാ, സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലാ എന്ന് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് പോലെ അല്ലേ ഉള്ളു. അതുകൊണ്ട് ഞാൻ അതിന് ഗൗരവം കൊടുത്തില്ല. ഞാൻ ആരോപണമാണോ പറഞ്ഞത്? ഞങ്ങളെ അല്ല, ഞാൻ പറഞ്ഞത് EP ജയരാജൻ. ഞാൻ ചോദിച്ചു ശരി, ഞാൻ പറഞ്ഞു കേട്ടില്ലേ, ഒരു വാഹനം ഒരു പ്രദേശത്ത്, ഒരു കുന്നും പ്രദേശത്തുള്ള ഫ്ളാറ്റിലേക്ക് പോയി. ഞാൻ എന്തിനാ ഫ്ളാറ്റിന്റെ ഇന്ന നിലയിൽ നമുക്ക് ഇന്ന നിലയിൽ കൂടിക്കാഴ്ച, ഞാൻ പറയട്ടെ, എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ എനിക്കൊരു വിരോധമില്ല. നമുക്ക് അവസാനിപ്പിക്കണം. എനിക്ക് എയർപോർട്ടിൽ പോകേണ്ടതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ആ ഒരു ഫ്ളാറ്റിൽ ഞങ്ങൾ EP ജയരാജനിരുന്നു, ഞാനുണ്ടായിരുന്നു, സംസാരിച്ചു. സംസാരങ്ങളിൽ ഇതേ നടന്നുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും BJPയിലേക്ക് പോകാനുള്ള സംസാരം നടന്നിട്ടില്ല. ഗൾഫിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. അപ്പോൾ ജാവദേക്കർ പറഞ്ഞു, ഞങ്ങൾ കണ്ണൂരിൽ നിന്നുള്ള സുധാകരനെ ഉറപ്പിച്ചു, കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടാക്കിയേ പറ്റൂ. കേരളത്തിൽ ബേസ് ഉണ്ടാക്കാൻ പ്രയാസമാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് നിങ്ങൾക്കില്ല, മുസ്ലിം കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എതിരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്ര ഒരു 45 മിനിറ്റ് നിൽക്കുന്ന സംഭാഷണം. അതിനുശേഷം അദ്ദേഹം പിരിഞ്ഞു. പിന്നെ പലവട്ടം അദ്ദേഹം എന്നെ വിളിച്ചു സംസാരിച്ചു. എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഒന്നും നടക്കൂല. ഇപ്പം ഞങ്ങൾ അവരെ പിടിച്ചു, ഇന്നാൾ വരുന്നു, ഇന്നാൾ ജോയിൻ ചെയ്യുന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ അനിൽ ആന്റണി എറണാകുളത്തും PC ജോർജ് പത്തനംതിട്ടയിലും സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്കും നീങ്ങാമോ എന്ന് ഒരു ആലോചന നടക്കൂലെന്ന് പറഞ്ഞു. അവിടെ വെച്ച് അവസാനിച്ചു, പിരിഞ്ഞു. ബൈ ബൈ. അന്ന് പ്രചരണം കണ്ടെന്നാ പറഞ്ഞല്ലോ, ഞാൻ അന്വേഷിച്ച് നടക്കണ്ടായിരുന്നു. സഹോദര, നിങ്ങൾ കാണാത്തതും നിങ്ങളൊന്ന് വ്യക്തമായി അന്വേഷിക്കുക. ഓൾറെഡി ഞാൻ തൃശ്ശൂരിനടുത്ത് ഒരു ക്ഷേത്ര ചടങ്ങിന് പോയപ്പോൾ സുനിൽകുമാർ, അന്ന് മന്ത്രി രാജൻ വന്നിരുന്നു അവിടെ, അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അന്ന് തന്നെ സുനിൽകുമാർ ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നൊരു ഓറൽ ഡിസ്കഷൻ ഞാൻ കേട്ട ആളാണ്. അത് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കണോണ്ട് എന്താ തെറ്റ്? CPMലൊക്കെ ഓൾറെഡി ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിലും ഇത്തവണ ഒഴിച്ച് മുൻകൂട്ടി തന്നെ തീരുമാനങ്ങളിലെത്തും ആരാണ് യോഗ്യൻ എന്നുള്ളത്. ഞാൻ കണ്ട കാഴ്ചകളാണ് എന്റെ അറിവും. അന്ന് ജാവദേക്കർ പറഞ്ഞാണ്, ഞാൻ ഇന്നലെ ചർച്ച നടത്തിയത്. ജാവദേക്കർ പറഞ്ഞത്, പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്നോട് ക്ലെയിം ചെയ്തു, EPക്ക് എന്താ ഡൽഹിയിൽ വന്ന് PMOന്റെ പ്രതിനിധിയെ കണ്ടാൽ, ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ PMOന്റെ പ്രതിനിധിയായി പോയതല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എന്തായി, വീണില്ലേന്ന് ചോദിച്ചു. വീണില്ലെന്ന് പറഞ്ഞു. ഈ ഞങ്ങളുടെ ഡിസ്കഷൻ സമയത്ത് പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. ജാവദേക്കർ അന്ന് പറഞ്ഞ്, ജാവദേക്കർ ഈ ജയരാജനോട് പറയാണ്. ജാവദേക്കറുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാവദേക്കർ ഒന്നാമത്തെ മറാത്തിയും ഇംഗ്ലീഷും ഹിന്ദിയും കലർത്തി പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ജാവദേക്കർ ഞങ്ങൾ പല ശ്രമങ്ങളും നടത്തി, പല വഴിക്ക് നടത്തി, ഒന്നും സക്സസ് ആയില്ല. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്, കോൺഗ്രസ് മുക്ത കേരളം കൊണ്ടു നടന്നാൽ ഹിന്ദുത്വ കൂടുതൽ LDFന്റെ കൂടെയാണ്. ഞാൻ കണ്ണൂർ സഞ്ചരിച്ചപ്പോൾ ശബരിമലയുടെ ഭാഗമായി പ്രവർത്തനം നിർത്തിയ CPMകാരെ കാണാനിടയായി. അപ്പോൾ എന്താണ് കേരളത്തിലെ ഹിന്ദുത്വത്തിനും CPMുള്ള ബന്ധം എന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞതാണ് ജാവദേക്കർ. പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്ക്. KS സുധാകരനെ ഞങ്ങൾ ഏകദേശം അടുത്തെത്തിച്ചു. KPCC കൊടുത്തില്ലെങ്കിൽ വന്നിരുന്നേനെ. മുരളീധരനെ ഞങ്ങൾ സംസാരിച്ചു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് കിട്ടാൻ നിരാശനായിരിക്കുമ്പോഴും ഞങ്ങൾ കൂട്ടിമുട്ടി. അതിനു മുമ്പോ അതിനുശേഷമോ ശോഭാ സുരേന്ദ്രന്റെ നിർബന്ധപ്രകാരം PMO നിർദ്ദേശപ്രകാരം കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ചു. പക്ഷെ ഒന്നും എത്തിയില്ല. അതെനിക്കറിയാം. 1-5 കേസ് അല്ല, ഇനി ലാവലിൻ കേസിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. 1-5 സോളിസിറ്റർ ജനറൽ ആർഗ്യുമെന്റ് കൊടുക്കും, അല്ലെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SP രാജു അന്ന് ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഒരു സംശയമില്ല. കഴിഞ്ഞല്ലോ, ചാൻസ് തീർന്നല്ലോ. എന്താ സഹോദര, ഞാൻ ആർക്ക് കേക്ക് കഴമ്പില്ലാത്ത ആരാണോ ഇത്? സ്ഥലവും തീയതിയൊക്കെ വിട്, നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ ഈ ആരോപണം പറയാനല്ല വന്നത്.
ശോഭാ സുരേന്ദ്രനെതിരെ പറയാനോ വന്ന അതിന് ഞാൻ തെളിവ് ഹാജരാക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. എറണാകുളത്ത് തൃശ്ശൂരിൽ നിന്നുള്ള പിടിക്കാൻ പോണ ആളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം, അത് തിരുവനന്തപുരം. അപ്പൊ നിർമ്മല സീതാരാമനാണ് തിരുവനന്തപുരം വരാൻ പോണെന്ന് ജാവദേക്കർ പറഞ്ഞായിട്ട് ഓറലി. മാഡം ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ ബേസ് എന്ന് ചോദിച്ചാൽ മാഡത്തിന് തമിഴ് കലർന്ന മലയാളം അറിയാമെന്ന് പറഞ്ഞു. അതെ, ഇതെല്ലാം നടന്ന കാര്യമാണ്, മനസ്സിലായ. പിന്നെ നിങ്ങൾ പോയിട്ട് ജാവദേക്കറോട് നന്ദകുമാറിന് ചോദിച്ചാൽ ചീറ്റും, അത് ഉറപ്പാ.